മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജോഡിയാണ് മോഹൻലാൽ ആൻഡ് ശോഭന. ഈ രണ്ടു പേരെയും ഒരുപാട് കാലം ഏകദേശം ഒരു 50ഓളം സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ എല്ലാ സിനിമയിലും അവരുടേതായിട്ടുള്ള ഒരു അടിപൊളി സിഗ്നേച്ചർ അവിടെ കൊടുത്തിട്ടാണ് അവരെ രണ്ടുപേരും ആ മൂവി ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ആ ജോഡികൾ ഒന്നിച്ചൊരു സിനിമ വന്നിരിക്കുകയാണ്. യെസ്, അതാണ് തരുൺമൂർത്തിയുടെ തുടരും. KR സുനിൽ ആൻഡ് തരുൺമൂർത്തിയാണ് അതിൻ്റെ റൈറ്റേഴ്സ്. ആൻഡ് തരുൺമൂർത്തിയുടെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ സൗദി വെള്ളക്ക കണ്ടു. ആ സൗദി വെള്ളക്കയിൽ നമുക്കതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഒരു സിനിമയോടും അതിലെ ക്യാരക്ടേഴ്സിനോടും തോന്നുന്നുള്ളതാണ്. അതുപോലെ തന്നെ തുടരും എന്ന സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സിനോടും നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. അതിൽ ഒരു അംബാസഡർ കാറുണ്ട്, ആ കാറിനോട് പോലും നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. അപ്പൊ മോഹൻലാലിന്റെ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ എല്ലാ സിനിമയിലും വരുന്ന സെയിം മാസ സാധനങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. പക്ഷേ ഇത് ഒരു ഇമോഷണൽ സസ്പെൻസ് ത്രില്ലറാണ്. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും നമ്മളുടെ ടിക്കറ്റിന്റെ പൈസ മുതലാണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് തുടരും. ഇതിൽ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഓറിയന്റഡ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പാട്ടൊക്കെ എന്ന് പറയുന്നത് അത്രയും ഫീല് തരുന്ന ഒരു പാട്ട്. അവരുടെ ശോഭന ആൻഡ് ലാലേട്ടൻ കോംബോ ഇപ്പൊ ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് അടിപൊളി കോംബോ ആയിട്ടാണ് വീണ്ടും അവരെ എപ്പം എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു ജോഡിയാണല്ലോ ഇവര്. അപ്പൊ അതുപോലെ തന്നെ തരുൺമൂർത്തി അവിടെ ഇവിടെയും ചിത്രീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പറയുകയാണെങ്കിൽ സെൽഫ് ട്രോള് ലാലേട്ടൻ കുറെ പടങ്ങളിലെ ക്യാരക്ടേഴ്സിനെ ട്രോളുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു റോസ്റ്റിംഗ് ടൈപ്പ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് മുഴുവൻ. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഞാൻ പ്രഡിക്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ അതിലെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, വേറെ ലെവലായിരുന്നു. നമ്മൾ ആ പടത്തിനോട് അത്രയും ബ്ലെൻഡ് ആയി പോവാന്ന് പറയുന്നത് ആ ക്യാരക്ടേഴ്സ് നമുക്ക് തരുന്നൊരു ഫീലാണ്. സോ ആ ഫീല് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തരുൺമൂർത്തി അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ആ ഡയറക്ഷൻ, മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ ഫൈറ്റ് സീൻ ആവട്ടെ, എല്ലാത്തിലും ലാലേട്ടനായിട്ടുള്ള സിഗ്നേച്ചർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന കുറേ സീനുകളുണ്ട് അതില്. ഇപ്പോൾ തിയേറ്ററിലൊക്കെ പറയുകയാണെങ്കിൽ എമ്പുരാൻ കാണാൻ പോയ സമയത്തും ലാലേട്ടന്റെ സീനുകൾ വരുമ്പോൾ കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പടത്തിൽ നമ്മളെ അത്രയും ഇമോഷണലി ഇൻവോൾവ് ചെയ്യിക്കുന്ന സീനുകളും ക്യാരക്ടേഴ്സും ആണ് ഇതിൽ പറയാനുള്ളത്. ലാലേട്ടന്റെ വൈഫായിട്ടാണ് ശോഭന. ആൻഡ് കുട്ടികള് തോമസ് മാത്യുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടിരിക്കുന്നത്. അത് അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ലാലേട്ടന് ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള അതിലെ വില്ലൻ തന്നെയാണ്. ഐ തിങ്ക് പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒക്കെ നോക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ആ ഒരു പോലീസ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇവർ വരുന്നത്. ബിനു പപ്പു ഓൾറെഡി അതിൽ ഉള്ള ഒരാളാണ്. ബിനു പപ്പുവിന്റെ റോൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അയാൾ ജീവിക്കുകയാണ്. അടിപൊളിയായിട്ടാണ് ആ ഒരു റോളിനെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രകാശ് വർമ്മ ചെയ്തിരിക്കുന്നത് ലാലേട്ടന്റെ ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പം ഒരു സീന് വരികയാണെങ്കിൽ തന്നെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അപ്പൊ നമുക്ക് അത് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് തുടരും. അതായത് ആ ടൈറ്റിൽ പോലെ തന്നെ അതായത് സിനിമയുടെ അവസാനം വരെ തുടരും എന്നുള്ളൊരു കാര്യം അതിൽ കൊടുക്കുന്നുണ്ട്. മോഹൻലാൽ തുടരും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ആ സിനിമ പോകുന്നത്. ആ സിനിമയുടെ വിജയവും ഇതുപോലെ തന്നെ തുടരും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. വിത്ത് ഫാമിലി പോകേണ്ടതാണ്. എൻ്റെ അമ്മയ്ക്കൊക്കെ ബേസിക്കലി മോഹൻലാൽ ആൻഡ് ശോഭന എന്ന് പറയുന്ന ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ്. അതില് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് എനിക്ക് എവിടെയൊക്കെയോ ചില സീനുകളിൽ എനിക്ക് ദൃശ്യം ഒരു ടൈപ്പ് തോന്നി. എനിക്ക് ദൃശ്യത്തിലെ കഥ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. പക്ഷെ അറ്റ് ദ സെക്കൻഡ് അത് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നെക്സ്റ്റ് കഥ വരുന്നത്. സോ നമുക്ക് എപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് തോന്നുന്ന, ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അതിൽ ചെയ്തു വച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ സിനിമ കാണുന്ന ഓരോ നിമിഷവും നമുക്ക് അവരോട് തോന്നുന്ന ക്യാരക്ടേഴ്സിനോട് തോന്നുന്ന ഒരു ഇഷ്ടം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. എല്ലാവർക്കും ഈ ഒരു സിനിമയെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സാധനം പറയാനോ ഒന്നും തന്നെ ഇല്ല.
അടിപൊളി പടമാണ്, എല്ലാവർക്കും തിയേറ്ററിൽ പോയിരുന്ന മസ്റ്റ് വാച്ച് ആണ്. താങ്ക് യു.